ഹലോ ഫ്രണ്ട്സ്, ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികൾക്കും കഴിഞ്ഞ ദിവസം തന്നെ എക്സാമിൻ്റെ കൺഫർമേഷന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാം നമുക്ക് വന്നിരുന്നത് കാറ്റഗറി നമ്പർ 030/2024 ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, നെയിം ഓഫ് പോസ്റ്റ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ IEO. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പേ സ്കെയിലുള്ളൊരു പോസ്റ്റാണിത്. 50,000 തൊട്ട് 1 lakh വരെയുള്ള ഒരു പേ സ്കെയിലാണ് ഈ ഒരു പോസ്റ്റിന് പറയുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴിയാണ് ഈ അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. അന്ന് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 18 തൊട്ട് 36 വരെ ഏജ് ഗ്രൂപ്പിലുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. എക്സാം ഡേറ്റ് ഇപ്പോൾ കേരള PSC പറഞ്ഞിരിക്കുന്നത് 18-ാം തീയതിയാണ്. ഫെബ്രുവരി 18, 2025 എക്സാം ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഒരു എക്സാമിൻ്റെ കൺഫർമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 23-ാം തീയതി, അതായത് ഇന്ന് തൊട്ട് 12-ാം തീയതി വരെ, ഡിസംബർ 12 വരെ ഈ ഒരു പർട്ടിക്കുലർ എക്സാമിന് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഈ ഒരു എക്സാമിൻ്റെ സിലബസ് കൂടെ അതോടൊപ്പം കേരള PSC പബ്ലിഷ് ചെയ്തു. ഈ സിലബസ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ മുൻ വർഷത്തെ സിലബസ് ആയിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിലബസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഒരു പോസ്റ്റിൻ്റെ തന്നെ ഹയർ പോസ്റ്റിൽ വരുന്നത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് എന്ന പോസ്റ്റിലേക്കുള്ള അതേ സിലബസ് തന്നെയാണ് ഈ ഒരു എക്സാമിന് പറഞ്ഞിരിക്കുന്നത്. അതിലെ അവസാനത്തെ പോർഷനിൽ വരുന്ന മാനേജ്മെൻറ്റ് എന്ന ടോപ്പ് പോർഷൻ എടുത്തു മാറ്റി എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ സിലബസ് മാർക്ക് വെയിറ്റേജ് നമ്മളൊന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് എഞ്ചിനീയറിംഗ് മാത്സിനാണ്. മാത്തമാറ്റിക്സിന് 40 മാർക്കാണ് വെയിറ്റേജ് പറഞ്ഞിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് ഫിസിക്സ് 30 മാർക്ക്, കെമിസ്ട്രി 30 മാർക്ക്. അങ്ങനെ 3 സബ്ജക്ട്സിൻ്റെ സിലബസാണ് ഈ ഒരു പോസ്റ്റിലേക്ക് എക്സാമിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഒന്ന് നോക്കാം. എഞ്ചിനീയറിംഗ് മാത്സ് നേരത്തെ പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് മാത്തമാറ്റിക്സിനാണ്, 40 മാർക്കുണ്ട്. അതിൽ 5 മൊഡ്യൂളായിട്ടാണ് സിലബസ് തന്നിരിക്കുന്നത്. ഈ 5 മൊഡ്യൂളിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ലീനിയർ ആൽജിബ്രയാണ് വരുന്നത്, സെക്കൻഡ് മൊഡ്യൂളിൽ കാൽക്കുലസ്, തേർഡ് മൊഡ്യൂളിൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്, ഫോർത്ത് മൊഡ്യൂളിൽ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിക്സ്, ഫിഫ്ത്ത് മൊഡ്യൂളിൽ ന്യൂമറിക്കൽ മെത്തേഡ്സ്. അതിൽ കാൽക്കുലസിലും പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിക്സിലുമാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് 12 മാർക്ക് വരുന്നത്. ഇനി എഞ്ചിനീയറിംഗ് ഫിസിക്സ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ അപ്ലൈഡ് ഒപ്റ്റിക്സ് ആണ്, സെക്കൻഡ് മൊഡ്യൂളിൽ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, അതിൽ സെമി കണ്ടക്ടർ, സൂപ്പർ കണ്ടക്ടർ ഒക്കെ വരുന്നുണ്ട്. പിന്നെ മൊഡ്യൂൾ 3 അക്കോസ്റ്റിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 മൊഡ്യൂളിലും 10 മാർക്ക് വീതമാണ് വെയിറ്റേജ് പറഞ്ഞിരിക്കുന്നത്. ഇനി എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസിൽ ബേസിക് ആയിട്ട് നാനോ മെറ്റീരിയൽസ്, അതേപോലെ ഗ്ലാസ്, സിമെൻറ്റ്, പോളിമേഴ്സ്, ഇങ്ങനത്തെ ടോപ്പിക്സ് ആണ് വരുന്നത്. മൊഡ്യൂൾ 2 നമുക്ക് ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്, ക്രൊമാറ്റോഗ്രഫി പോലുള്ള ടോപ്പിക്സ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. മൊഡ്യൂൾ 3 എൻവയൺമെൻറ്റൽ പോർഷൻസ് ആണ് വരുന്നത്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, എനർജി ആൻഡ് എൻവയൺമെൻറ്റ്, ഇങ്ങനത്തെ പോർഷൻസ് ആണ് മൊഡ്യൂൾ 3 വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനും ഓരോ മൊഡ്യൂളിലും 10 മാർക്ക് വീതമാണ്, ടോട്ടൽ 30 മാർക്ക് വെയിറ്റേജ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിലബസ് വരുന്നത്. ഇനി ഈ ഇത്രയും പോർഷൻസ് കവർ ചെയ്യാനായിട്ട് നമുക്ക് ഏതൊക്കെ ബുക്സ് റെഫർ ചെയ്യാം എന്നതോടെ ഒന്ന് നോക്കാം. നമുക്ക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 40 മാർക്കിനുള്ള 5 മൊഡ്യൂൾ വരുന്ന ഈ ഒരു പോർഷൻ നമുക്ക് പഠിക്കാനായിട്ട് ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ബൈ BS ഗ്രവാൾ ഈ ഒരു ബുക്ക് സഫിഷ്യൻ്റ് ആകും. ഇനി എഞ്ചിനീയറിംഗ് ഫിസിക്സ് 30 മാർക്ക് വെയിറ്റേജ് ഉള്ള എഞ്ചിനീയറിംഗ് ഫിസിക്സ് പഠിക്കാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് അവദാനലു അല്ലെങ്കിൽ ക്ഷീരസാഗർ അരുൺ മൂർത്തിയുടെ ടെക്സ്റ്റ് ബുക്ക് ഓഫ് എഞ്ചിനീയറിംഗ് ഫിസിക്സ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ബുക്ക് ബൈ HK മാലിക് ആൻഡ് AK സിംഗ്, ഈ ഒരു ബുക്കും റെഫർ ചെയ്യാവുന്നതാണ്. ഇനി പാർട്ട് 3 നമ്മുടെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി 30 മാർക്ക് വെയിറ്റേജ് വരുന്ന കെമിസ്ട്രി പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് കമലാലുദ്ദീൻ അല്ലെങ്കിൽ MS കൃഷ്ണൻ്റെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി, അതൊരു NPTEL വെബ് ബുക്കാണ്, അപ്പോൾ ഓൺലൈൻ അവൈലബിൾ ആണത്. അതേപോലെ PW ആറ്റ്കിൻസിൻ്റെ ഫിസിക്കൽ കെമിസ്ട്രി എന്ന ബുക്കും നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പോർഷൻ്റെ IEOയുടെ ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ട്സ്, അതേപോലെ ഈ ഒരു എക്സാമിന് എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് ഈ വരുന്ന 2 മാസം കൊണ്ട് എങ്ങനെ നമുക്ക് സിലബസ് എഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ചെയ്യാം, കവർ ചെയ്യാം, ഏതൊക്കെ പോർഷൻസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം, ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫ്രീ വെബിനാർ ടെക് PSC കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓൺ 27th വെനസ്ഡേ വൈകിട്ട് 7 മണിക്ക്. അപ്പോൾ ഈ ഒരു ഫ്രീ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഞങ്ങൾ ടെലിഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്താലും ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതോടുകൂടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. IEOയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.